ശബരിമലയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു. ഇന്നലെ 76,000 പേരാണ് അയ്യനെ തൊഴുതത്. തിരക്ക് കുറഞ്ഞതിനാൽ സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകർ. കൂടുതൽ വിവരങ്ങളുമായി സജീവ് സി വാര്യർ സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. സജീവ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എങ്ങനെയാണ്, തിരക്കുണ്ടോ നല്ല രീതിയിൽ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. രാവിലെ തിരക്ക് കുറച്ച് കൂടി എന്ന് പറയാം. എന്നാൽ ഇന്നലെ രാത്രിയിൽ തിരക്ക് നല്ല കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തീർത്ഥാടകർക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്തി മടങ്ങാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. അതേസമയം ഇന്ന് പ്രത്യേകതയുണ്ട്. തൃക്കാർത്തിക ദിനമാണ്. അതുകൊണ്ട് വൈകുന്നേരം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടായിരിക്കും സന്നിധാനം ഉണ്ടാവുക. ശ്രീകോവിലും അമ്പലത്തിന് ചുറ്റും ദീപങ്ങൾ തെളിയിക്കും. അതുപോലെ നാളെ ദേവസ്വം ബോർഡിന്റെ യോഗമുണ്ട്. അന്നദാന സദ്യ സംബന്ധിച്ചുള്ള തീരുമാനം യോഗത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കുമെന്നാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച സദ്യ വിളമ്പി തുടങ്ങണം എന്നായിരുന്നു തീരുമാനം. എന്നാൽ അക്കാര്യം തീരുമാനിക്കാൻ സാധിച്ചില്ല. കാരണം പ്രത്യേകിച്ച് സാധനങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് എല്ലാമുള്ള അസൗകര്യങ്ങളുണ്ടായിരുന്നു. ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഈ സദ്യ കൊടുക്കുക എന്നുള്ള, അന്നദാനം സദ്യയായി കൊടുക്കുക എന്നുള്ള, കേരളീയ സദ്യ എന്നുള്ള തീരുമാനത്തിൽ നടപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുന്നത്. അക്കാര്യത്തിൽ ഒടുവിലുള്ള അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മണ്ഡലകാലത്ത് വന്നിരിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവരം. 100 കോടിയിൽ പരം രൂപയാണ് സന്നിധാനത്ത് ലഭിച്ചിരിക്കുന്നത്. വരുമാനത്തിൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത്. ഇലക്ട്രോണിക്സ് റീറ്റെയിൽ ശൃംഖലയായ ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പേർട്ടിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഓക്സിജൻ മഹാപ്രതിഭാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമൂഹ്യ സേവന രംഗത്ത് ദയാബായി, കായിക രംഗത്ത് അഞ്ജു ബോബി ജോർജ്, സാഹിത്യരംഗത്ത് KR മീര, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഡോക്ടർ സാബു തോമസ്, ചലച്ചിത്ര രംഗത്ത് പ്രേം പ്രകാശ് എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ. സംവിധായകൻ സിബി മലയിൽ ചെയർമാനായും പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള, ഡോക്ടർ പോൾ മണലിൽ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. 50,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 18-ന് വൈകുന്നേരം 5:30 കൊച്ചി പാലാരിവട്ടത്തെ ദി റെനെ കൊച്ചിൻ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് ജൂറി ചെയർമാൻ സിബി മലയിൽ, ഓക്സിജൻ ഗ്രൂപ്പ് CEO ഷിജോ കെ തോമസ് എന്നിവർ പറഞ്ഞു. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്.